മുംബൈയിൽ തിങ്ങി നിറഞ്ഞ ആളുകളെ സാക്ഷിയാക്കി ടോസ് വീഴുന്നു. വിചാരിച്ചതുപോലെ തന്നെ ഇംഗ്ലണ്ട് നായകൻ ഫീൽഡിംഗ് തിരഞ്ഞെടുക്കുന്നു. സൂര്യകുമാർ യാദവ് എന്നത്തെയും പോലെ ടോസിൽ പതിവ് ചിരിയുമായുമാണ് നിന്നത്. ഞങ്ങളുടെ ടീമിന് ബാറ്റിംഗ് ആയിരുന്നു ആവശ്യം. ഇതായിരുന്നു സൂര്യകുമാർ യാദവ് പറഞ്ഞ വാക്കുകൾ. എന്തായാലും സൂര്യകുമാർ യാദവിൻ്റെ പറച്ചിലുകൾക്ക് ശേഷം മത്സരം ആരംഭിക്കുന്നു. ഇന്ത്യക്കായി സഞ്ജു സാംസണും അഭിഷേക് ശർമ്മയും ക്രീസിലേക്ക് എത്തുന്നു. സഞ്ജു സാംസൺ എന്ന താരം ഈ മത്സരത്തിന് തൊട്ട് മുമ്പ് അദ്ദേഹത്തിൻ്റെ പേരോളം വാർത്താമാധ്യമങ്ങൾ ചർച്ച ചെയ്ത മറ്റൊരു താരമില്ല. എങ്ങനെയാണ് സഞ്ജു സാംസൺ ജോഫർ ആർച്ചർക്കെതിരെ കളിക്കുക? കഴിഞ്ഞ മത്സരത്തിൽ സഞ്ജു സാംസൺ കാണിച്ച ഫോം അദ്ദേഹം ഇന്ന് തുടരുമോ? ആദ്യ ഓവറിൽ സഞ്ജു തന്നെയാണോ ബാറ്റിങ്ങിന്? ആദ്യ ഓവറിൽ സഞ്ജു ആണോ ജോഫർ ആർച്ചറെ നേരിടുക, അതോ അഭിഷേക് ശർമ്മയാണോ? ഇങ്ങനെ ഒരുപാട് ചർച്ചകളിൽ നമ്മുടെ പാവം മലയാളി താരം നിന്നുപോയി. കാരണം കഴിഞ്ഞ മത്സരത്തിൽ കാണിച്ച ആ ഫോം ഉണ്ടല്ലോ, അത് വെറും ഒരു ഭാഗ്യം കൊണ്ടല്ല, തനിക്ക് മികച്ച ട്രാക്കിലാണ് കളിക്കുന്നതെന്നും താൻ ഈ ഫോം തുടർന്ന് ഇന്ത്യയെ ജയിപ്പിക്കുമെന്നും സഞ്ജുവിന് തെളിയിക്കേണ്ടതായി ഉണ്ടായിരുന്നു. എന്തായാലും ക്രിക്കറ്റ് വിദഗ്ധർ പറഞ്ഞതുപോലെ ഒന്നും ഉണ്ടായില്ല.